ഹായ് ഫ്രണ്ട്സ്, ഹോപ്പ് ഓൾ ഓഫ് യു ഡൂയിങ് ഗുഡ്. അപ്പം ഈ മലയാളി നേഴ്സുമാരെല്ലായിടത്തും ഉണ്ടല്ലേ. UK, അയർലൻഡ്, കാനഡ, ഓസ്ട്രേലിയ, ഗൾഫ് കൺട്രീസ് എല്ലായിടത്തും മലയാളി നേഴ്സുമാരുണ്ട്. അപ്പോൾ ഫോറിൽ വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന് നിർബന്ധമില്ല. അവർക്കും കാണും ഫിനാൻഷ്യൽ സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കും ഒരു സെക്കൻഡ് സ്ട്രീം ഓഫ് ഏണിംഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പക്ഷെ പലർക്കും പേടിയാണ്, പലർക്കും അറിയില്ല എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഡൗട്ട് കാണും. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഒരു ബിസിനസ് ചെയ്യാനാണെങ്കിൽ പലർക്കും ഇപ്പം വേറൊരു സ്ഥലത്ത് പോയി ഒരു ഷോപ്പ് ഇട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം കാണില്ല, കാരണം ടൈം കാണില്ല, ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവരാണ്. പിന്നെ ഓൺലൈൻ ചെയ്യണമെന്ന് പറയുമ്പോൾ പേടിയായിരിക്കും, ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നുള്ള പല സ്കാമും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതും പേടി. അപ്പം അതുപോലെ തന്നെ ചിലർ വിചാരിക്കും, ഓക്കെ ഞാൻ ഈ 12 hours ഷിഫ്റ്റ് ചെയ്യുന്നു എന്നാലും ഞാൻ കംഫർട്ടബിൾ ആണ് എന്ന് ചിന്തിക്കുന്നവർ കാണും ചിലർ. കാരണം ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറാനുള്ള മടി. അങ്ങനെ പല രീതിയിലും ആരും അങ്ങനെ ഒരു സെക്കൻഡ് സ്ട്രീം ഓഫ് ഏണിംഗ് വേണമെന്ന് ചിന്തിച്ചാലും അത് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറാനുള്ള മടി കാരണം ഓക്കെ ഈ ഒരു ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്ത് ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് ചിന്തിക്കും. പക്ഷെ നമുക്കൊരു സെക്കൻഡ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് ശരിക്കും നമ്മുടെ ലൈഫ് തന്നെ കംഫർട്ടബിൾ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ഫുൾ ടൈം വർക്കറാണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയണത് നല്ല എബ്രോഡിലാണ് ജോലി ചെയ്യുന്നത് എന്ന് കരുതി നമുക്കൊരിക്കലും എന്താ പറയുക നമ്മുടെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നമുക്കൊരു സെക്കൻഡ് സ്ട്രീം ഓഫ് ഏണിംഗ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ കാലത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, ഇപ്പം ഒരു ബിസിനസ് ഒന്നും ഓൺലൈനിൽ ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ. ഞാനും ഒരു ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ്, ബട്ട് സ്റ്റിൽ ഞാൻ ഈ ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്.